എല്ലാവർക്കും സ്വാഗതം. അലീന എവിടെയെന്ന് അറിയായിട്ട് മനുവിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടീനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിങ് ചെയ്യുന്ന സമയത്ത് ഗ്രേസമ്മയുടെ ഫോണിലേക്കാണല്ലോ മനു വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസമ്മയും മാമച്ചായനൊക്കെ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ ആരാ വിളിക്കുന്നത് ഈ പാതിരാത്രിക്ക് എന്ന് പറഞ്ഞ് പെറുപെറുത്തോണ്ടാണ് കേട്ടോ ഗ്രേസമ്മ ഫോൺ എടുക്കുന്നത്. അപ്പോൾ മനു ആണല്ലോ എന്ന് മനുശങ്കറാണെന്ന് പറയും കേട്ടോ മാമച്ചനോട് ഗ്രേസമ്മ. എന്നിട്ടാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടിയാണെന്ന് വിചാരിച്ചാണ് മനു സംസാരിക്കുന്നത്. രേവതിക്കുട്ടി എന്ന് വിളിക്കും. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടിയല്ല ഗ്രേസി ആൻറ്റിയാണ് എന്ന് പറയും കേട്ടോ. ആൻറ്റി ആയിരുന്നു, ഞാനിങ്ങനെ രേവതിക്കുട്ടി എന്ന് പറഞ്ഞാണ് ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അവൾക്കിപ്പോൾ വേറെ ഫോണാണ്, അവൾക്ക് കൊടുക്കണമെന്ന് ചോദിക്കും കേട്ടോ. അവളിപ്പോൾ കിടന്നിട്ടുണ്ടാവും, ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ വേണ്ട, ഈ പാതിരാത്രിയിൽ ഞാൻ വിളിച്ചത് തന്നെ തെറ്റായി പോയി മനു പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ഇന്ന് എറണാകുളത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടപ്പാട്ടൂരിലേക്ക് വിളിച്ചപ്പോൾ അവളെ കിട്ടിയില്ല. രേവതിക്കുട്ടീനെ വിളിച്ചാൽ അറിയാലോ അങ്ങോട്ട് വന്നിട്ടുണ്ടോയെന്ന്, അതുകൊണ്ട് വിളിച്ചാന്ന് പറയും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അവൾ ഇന്ന് ഇങ്ങോട്ട് വരാനിരുന്നതാണ്, ഞങ്ങൾ അവളെ അവിടെ വന്ന് കൊണ്ടുവരാനും ഇരുന്നതാണ്, പക്ഷേ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് അവിടുന്ന് വരാൻ പറ്റില്ല എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് പിന്നെ എന്തായാലും ഗ്രേസമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോനെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ആൻറ്റി, ഇന്നിപ്പോൾ അങ്ങനെ രാത്രി വൈകിയല്ലോ, അതുകൊണ്ട് ഞാൻ നാളെ എല്ലാം പറയാമെന്ന് പറഞ്ഞ് മനു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് മാമച്ചനങ്കലിനോട് അന്വേഷണം പറയണേന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് മനു ആണെങ്കിൽ ഓർക്കുന്നുണ്ടായിരുന്നു ആരോട് ചോദിക്കാനാ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അലീനയെ കുറിച്ചൊരു വിവരം ഇല്ലല്ലോ. പിന്നീട് റിസോർട്ടാണ് കാണിക്കുന്നത്. ബാലചന്ദ്രനോട് കൃഷ്ണജ ഫോൺ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ അത് നാളെ ഓൺ ചെയ്യണമെന്ന് ഞാൻ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കാനാണെന്ന് കൃഷ്ണജ പറയാണ് കേട്ടോ. അമ്മേനോട് പറയണ്ടേ നമ്മൾ എവിടെയാണെന്നുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ അയലത്തെ വേലായുധൻ ചേട്ടൻ്റെ കൂടെ ഒന്നല്ലല്ലോ ഉള്ളത്, നിൻ്റെ അച്ഛൻ്റെ കൂടെയല്ലേ, അപ്പോൾ പോയി കിടന്നോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കൃഷ്ണജയാണെങ്കിലും പിന്നെ പോയി കിടക്കുകയാണ്. അലീനയാണെങ്കിലും ഒരു പുറപ്പൊക്കെ എടുത്തിട്ട് അവിടെ ഒരു സോഫ ഉണ്ടായിരുന്നു, അതിൽ കിടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ബാലചന്ദ്രൻ അലീനയെ തടയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കിങ് സൈസ് ബെഡാണ്, അതിൽ 3 പേർക്ക് കിടക്കാമെന്ന് പറയും. അപ്പോൾ അവിടെ സാറും കൃഷ്ണമോളും കിടക്കല്ലേ എന്ന് പറയും. അപ്പോൾ എനിക്ക് നീയും കൃഷ്ണമോളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കുമോ അലീനോട്. ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ തന്നെ പറയും എനിക്ക് ആദ്യമായിട്ട് ജനിക്കേണ്ട മോള് നീ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കൃഷ്ണയുടെ അടുത്ത് തന്നെ പോയി കിടക്കാൻ പറയൂ കേട്ടോ. അലീന പിന്നെ എന്തായാലും കൃഷ്ണയുടെ അടുത്ത് തന്നെ ചെന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃഷ്ണമോളാണെങ്കിലും അലീനയോടൊന്നും മിണ്ടുന്നില്ല കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും മുഖത്ത് പോലും നോക്കുന്നില്ല, അങ്ങനെയാട്ടോ കിടക്കുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ ലാപ്ടോപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ വൈജയന്തിനെയാണ് കാണിക്കുന്നത്. വൈജയന്തിക്കാണെങ്കിൽ രാത്രിയായിട്ട് ഉറക്കമൊന്നുമില്ല കേട്ടോ, കുറേ മുകളിലേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് എന്തായാലും അവിടുന്ന് സ്റ്റെയറൊക്കെ കയറി ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നിട്ട് എല്ലായിടത്തും ബാലചന്ദ്രൻ്റെ ബാഗും എല്ലാം എടുത്ത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്താ നോക്കുന്നതെന്നൊന്നും അറിയില്ല. എല്ലായിടത്തും അലമാരയും എല്ലാം അതുപോലെ തന്നെ മേശയുടെ ഡ്രോയറും എല്ലാം തന്നെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതിലിങ്ങനെ ഡയറിയും ബുക്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ വൈജയന്തി എന്താ നോക്കുന്നതെന്നൊന്നും അറിയില്ല. ബാലചന്ദ്രന്റെ ബെഡിൽ കിടന്നിട്ടുണ്ടായിരുന്ന പില്ലോന്റെ കവർ വരെ എടുത്ത് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വൈജയന്തി ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നീട് ആ ബെഡിൽ തന്നെ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് റിസോർട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബാലചന്ദ്രനും കൃഷ്ണമോളും എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞെട്ടി ഉണരുന്ന സമയത്ത് ബാലചന്ദ്രൻ ഞെട്ടി ഉണരുന്ന സമയത്ത് അടുത്ത് കൃഷ്ണമോൾ കിടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചുറ്റും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും ആ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ മെല്ലെ എണീറ്റ് ചെന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്കാണെങ്കിലും ആകെ സങ്കടമാണ്. കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നിങ്ങനെ ഉറക്കെ പൊട്ടിക്കരയാൻ തോന്നുകയാണ് വെച്ചാൽ എനിക്കിങ്ങനെ സങ്കടം വരികയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും കൃഷ്ണമോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താ മോളെ എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്കും നല്ല സങ്കടമാണ്. എന്നിട്ട് അലീനേനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ അലീന നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കൃഷ്ണമോളെയും കൊണ്ട് ബാലചന്ദ്രൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ഗാർഡൻ ഏരിയയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണമോളെ അതിലേക്ക് ഇരുത്തും. എന്നിട്ട് ബാലചന്ദ്രനും കൃഷ്ണമോളുടെ അടുത്തിരുന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മോളുടെ പ്രശ്നം, എന്താണെങ്കിലും അച്ഛനോട് തുറന്നു പറഞ്ഞു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അച്ഛനും അമ്മയും ഇപ്പോൾ കീരിയും പാമ്പും പോലെയാണ്, ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്, എന്താ അച്ഛൻ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാം അച്ഛൻ്റെ തെറ്റാണല്ലേ എന്നൊക്കെ, അമ്മ ശരിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ശരിയും തെറ്റും എന്താണെന്നൊന്നും എനിക്കറിയില്ല, അമ്മ പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷേ അച്ഛൻ ഇങ്ങനെ ആയിരുന്നില്ല, അച്ഛൻ ഒന്നിലും ഇടപെടാതെ ഇങ്ങനെ മാറി ജീവിച്ചിരുന്ന ആളായിരുന്നില്ലേ, പിന്നെ എന്താ പറ്റിയത് അച്ഛന്, അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛനാണെങ്കിലും അമ്മേനെ കാണുന്നതേ ദേഷ്യമാണ്, രണ്ടുപേരും ഭയങ്കര ശത്രുക്കളായിട്ടാണല്ലോ പെരുമാറുന്നത്, അച്ഛനാണെങ്കിൽ ആരോടും പറയാതെ 2 ദിവസം അവിടുന്ന് മാറി നിന്നു, എന്നിട്ട് ഒരുപാട് കള്ളു കുടിച്ച് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുത്തി വെക്കുകയും ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം
അലീന ചേച്ചി മാത്രം മതി അച്ഛൻ്റെ കെയർ ടേക്കറായിട്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അതൊക്കെ എന്തിനാ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ എല്ലാം ബാലചന്ദ്രൻ്റെ കുറ്റമായിട്ടാണ് കൃഷ്ണമോൾ കാണുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാം അച്ഛൻ്റെ തെറ്റാണല്ലേ എന്ന് പറയും. മോൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ, കേൾക്കാനുള്ള ക്ഷമയുണ്ടോ എന്ന് ചോദിക്കൂട്ടോ. അപ്പം അച്ഛൻ പറഞ്ഞോ, ഞാൻ കേൾക്കാമെന്ന് കൃഷ്ണമോൾ പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, പണ്ട് ഒരു പയ്യനും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പയ്യന് ഒരു പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് 12 വർഷത്തോളം അവൻ അവളെ മനസ്സിൽ കൊണ്ട് നടന്നു. എന്നിട്ട് പിന്നെ അവളെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞാണ് അറിഞ്ഞത് അവൾക്ക് ഇങ്ങനെ കല്യാണത്തിന് മുന്നേ തന്നെ വേറൊരു പയ്യനുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അവരെ ഒരുമിച്ച് ജീവിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതിങ്ങനെ അറിയുമ്പോൾ അതൊരു ചതിയല്ലേ മോളെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ മിണ്ടാതെ നിൽക്കുമ്പോൾ, മോളെ നീ എന്താ പറയാത്തത്, ആണോ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അത് ചതി തന്നെയാണ്, അത് ഭയങ്കര വഞ്ചനയാണ്, അതാർക്കും സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു ചതി പറ്റിയ ആളാണ് മോളുടെ അച്ഛൻ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അച്ഛൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറയൂ കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളാണോ മോളുടെ അച്ഛൻ? അപ്പോൾ നേരെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് 2 ദിവസം മാറി നിന്നത്. ഞാനിങ്ങനെ അന്ന് ഗംഗേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് നീലഗിരിയിലേക്ക് പോയത്. അപ്പോൾ ഗംഗേട്ടനും അത് സമ്മതിച്ചു. മോളുടെ അമ്മ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സമ്മതിച്ചു എന്ന് പറയൂ കേട്ടോ. മോളുടെ മുത്തശ്ശിക്കും രാജീവനും അതുപോലെ തന്നെ ശിവേട്ടനൊക്കെ ഈ കാര്യം അറിയാം. അച്ഛനാണ് അവരുടെ ഒരു ഇരാന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്കും ആകെ സങ്കടമാവുന്നുണ്ട് അതെല്ലാം കേട്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണ് അച്ഛന് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നത്, അല്ലാതെ കള്ള് കുടിച്ചത് കൊണ്ടൊന്നല്ല മോളെ എന്ന് പറയും. കൃഷ്ണമോൾക്കും നല്ല സങ്കടമായിട്ടോ. അപ്പോൾ കൃഷ്ണമോളും ഇങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് അലീന ചേച്ചിയല്ലേ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, അലീന ചേച്ചീനെ പറഞ്ഞു വിട്ടാൽ അങ്ങ് കാര്യങ്ങൾ എല്ലാം തീരില്ലേ എന്നാട്ടോ കൃഷ്ണമോൾ ചോദിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന ആരാന്നാണ് നിൻ്റെ വിചാരം എന്ന്. അപ്പോൾ മുത്തശ്ശീനെ നോക്കാൻ വന്ന ഹോം നേഴ്സ് അല്ലേ എന്ന് ചോദിക്കും. ഹോം നേഴ്സോ, അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച് അവരെല്ലാവരും കൂടെ ഏതോ അനാഥാലയത്തിൽ കൊണ്ടാക്കിയ അവളാണ് ഇന്ന് വളർന്ന് വലുതായി നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീന എന്ന് പറയും. അപ്പം നിൻ്റെ ചേച്ചി എന്ന് പറയും. അപ്പോഴാണ് കൃഷ്ണമോൾക്കും ആ കാര്യം മനസ്സിലാവുന്നത്. അലീനയ്ക്കും അറിയാം അലീന വൈജയുടെ മകളാണെന്നുള്ളത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം അച്ഛൻ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിൻ്റെ അമ്മേനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ പിന്നെ അച്ഛൻ്റെ കൂടെ ജീവിക്കുകയോ, ഒന്നിൽ അവൾ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ഡിവോഴ്സിന് തയ്യാറാവും. പിന്നെ ഇതെല്ലാം അറിഞ്ഞ് അച്ഛൻ അവളുടെ കൂടെ ജീവിക്കുകയോ. അപ്പോൾ ഇതെല്ലാം അച്ഛൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കില്ലേ, അച്ഛനൊരു മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നീട് വൈജയന്തിക്കാണെങ്കിലും അലീന ബാലചന്ദ്രൻ്റെ കൂടെ ഉണ്ടോ എന്ന് അറിയായിട്ട് ഭയങ്കര ടെൻഷനാട്ടോ. അപ്പോൾ അത് രാജീവിനെ വിളിച്ച് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അവളെയും പിക്ക് ചെയ്തുകൊണ്ടാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോയില്ലേ എന്നൊക്കെയാട്ടോ പറയുന്നത്. ബാലചന്ദ്രനും അലീനയും സംസാരിക്കുകയാണ്. അപ്പോൾ അലീനേനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കും അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്താ പ്ലാന്, സാറിൻ്റെ കാരുണ്യത്തിലല്ലേ എൻ്റെ ജീവിതം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് അവിടെ എന്തൊക്കെയോ സ്വാതന്ത്ര്യ അവകാശമുണ്ടോ അതെല്ലാം നിനക്കും ആ വീട്ടിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയും ബാലചന്ദ്രൻ. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്